ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പം മീൻകറിയൊക്കെ വെക്കാനുള്ള പരിപാടിയിലാട്ടോ. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. കൂടെ തന്നെ ആ ബെല്ലൈക്കണും ആണ് നോക്കിക്കോളി. അപ്പം നമുക്കിന്ന് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഇന്ന് 2 വിധം മീനാട്ടോ കിട്ടിയിരിക്കണത്. അപ്പോൾ ഈ ചുവന്ന മീൻ നമുക്ക് പൊരിച്ചും ചെയ്യാം, മറ്റേ കറിയും വെക്കാമെന്ന് വിചാരിച്ച് നിൽക്കുക കേട്ടോ. 2 മീൻ കിട്ടിയിരിക്കണേ. അപ്പോൾ കുറച്ച് എടുത്ത് വെക്കാം. ഇത്രയൊക്കെ പാടെന്ന് വെച്ചാലൊന്നും തിന്നൂല. ഞങ്ങൾ കുറച്ചാളല്ലേ ഉള്ളൂ. കുറച്ച് മാറ്റിയൊക്കെ എഴുതിക്കാം കേട്ടോ. കുറച്ച് പൊരിച്ചും ചെയ്യാം, കുറച്ച് കറിയും വെക്കാം. അപ്പം നമുക്ക് അതിനുള്ള പരിപാടികളൊക്കെ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈ മീൻ കറി വെക്കാം കേട്ടോ, മറ്റേത് പൊരിച്ചും ചെയ്യാം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? പിന്നെ മഴയൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഞാൻ ഈ മീൻ പൊരിച്ചാലത് മസാലയൊക്കെ തേച്ച് വെച്ചിക്കണം കേട്ടോ. അത് അതിൽ കിടന്നൊന്ന് പിടിച്ചോളുമല്ലോ. പിന്നെ കുറച്ച് പച്ചക്കറി അറിയാനൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ നമുക്ക് എഴുത്ത് തന്നെയാണ് ചന്ത. അപ്പം ദിവസം രാവിലെ 9 മണിയായ ചന്ത ഉണ്ട്. ഞാൻ ലാസ്റ്റ് കാട്ടിത്തരാം കേട്ടോ. ചന്തൻ്റെ മതിലൊക്കെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഞങ്ങളങ്ങനെ പോവാത്തതുകൊണ്ട് അത് കാണൂല. അപ്പോൾ അവിടുന്ന് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ അപ്പക്കപ്പളം വേണമെങ്കിൽ വാങ്ങാം കേട്ടോ. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വാങ്ങിയപ്പോൾ നമ്മളവിടെ എപ്പോഴും പിന്നെ ഇത് മോളാട്ടോ, ഞാനും ഇതിലൊരു ഹായ് പറയട്ടെ എന്ന് പറഞ്ഞ് വന്ന് നിന്നതാണ്. അപ്പം പിന്നെ പച്ചക്കറി വാങ്ങണ അവിടെ വിൽക്കണ ഒരു കാക്കുണ്ട്. അതിൻ്റെ പച്ചക്കറിയൊക്കെ നമ്മളവിടെ കൊടുന്ന് വെക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണത് അതിന് ഇഷ്ടമാണ്. നമ്മൾ ആണുങ്ങളെ പറഞ്ഞയച്ചുകൊണ്ടല്ലേ നമ്മൾ പെണ്ണുങ്ങളെ അത് ഇവിടെ കൊടുന്നേക്കാൻ വരുമ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയ. അപ്പോൾ അങ്ങനെ തന്നതാട്ടോ. പക്ഷെ തക്കാളിയൊക്കെ അങ്ങനെ ഞാനത് പാത്രത്തിൽ ഇട്ടുവെച്ചതാണ്. അപ്പോൾ ഇവിടെ നല്ല മഴയാട്ടോ. രാവിലെ നല്ല മഴയാണ്. അപ്പം മീനൊക്കെ പൊരിച്ച് കറി ഇതാ അടുപ്പത്ത് വെന്തും കൊണ്ടിരിക്കുകയാണ്. കറി ഒന്നും കൂടി വറ്റാനുണ്ട്, വെന്ത് വരുന്നുള്ളൂ. ഞാനതിൽ ഒരു പിന്നെ കഷ്ണങ്ങളും കുറച്ച് ഇട്ടിക്കണം കേട്ടോ. അങ്ങനെ വെക്കരുതിയാണ്ട്, എന്നും മീൻ കറിയല്ലേ. പിന്നെ 2 വെണ്ടയ്ക്കയും ഇന്നലെയൊക്കെ വെച്ചതിൻ്റെ ബാക്കി കുറച്ച് ക്യാബേജും അങ്ങനത്തെ ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു. അതെല്ലാം പാടെ ഒന്നിലിട്ടുങ്ങാണ്ട് ചെറിയൊരു വീക്കും വരട്ടിയേക്കണം കേട്ടോ. കൂട്ടിയാണ് വെച്ചിരിക്കുകയാണ്. ഓരോന്നായിട്ട് വെക്കാൻ മാത്രമൊന്നുമില്ല. പുറത്തായിരിക്കും അല്ലേ, നമുക്ക് തന്നെ അല്ലേ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അത് തീ വെക്കാൻ വേണ്ടിയാണ് വെച്ച ചട്ടിയിൽ കുറച്ച് പിന്നെ ചെറിയുള്ളിയും കടുകും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് പൊട്ടിച്ചിക്കണം. അത് ഞാൻ ഈ കറിക്ക് ഇച്ചിരി ഒഴിച്ചിട്ട് ബാക്കിയിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ച് വീക്ക് വരട്ടാലത് അയക്കാണ്ട് ഇട്ട് കൊടുക്കാതിരിങ്ങാണ്ട് നിൽക്കുക കേട്ടോ. ഞാൻ കറിക്കില്ലത് ഒഴിച്ചു വെച്ചു. ഇനി ബാക്കി നമുക്ക് അരിഞ്ഞ് വെച്ച ഈ സംഭവങ്ങളൊക്കെ അയക്കാണ്ടിട്ട് അത് വേവിച്ച. അപ്പം മീനും ആയി, മീൻ കറിയായി. ഇനിയിപ്പോൾ എനിക്ക് തോരനായിട്ടൊന്നുമില്ല എന്ന് ഇരുന്നുണ്ടായി. വീക്ക് വരട്ടിയും കൂടി ആകുമ്പോൾ ഇന്നത്തെ അത്രയൊക്കെ മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് നല്ല വെയിലാട്ടോ. രാവിലെ മഴയാണെങ്കിലും കുട്ടികൾ സ്കൂൾക്കൊക്കെ പോണ സമയത്ത് നല്ല മഴയാവും. പിന്നെ വെയിലറച്ചിൽ തുടങ്ങും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മഴ തുള്ളിയിടും. പിന്നെ നമ്മൾ തുണിയാളൊക്കെ കഴുകാട്ടാലാണ് ഗതികേട്. പിന്നെ എൻ്റെ മോക്കാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 നിക്കറുണ്ട് മുട്ട് വരയിൽ. അതേ എപ്പോഴും പറ്റുള്ളൂ. അപ്പോൾ അത് കഴുകിയാണ് ഞാൻ ഈ വീടിൻ്റെ ചുറ്റും കൊണ്ടു നടക്കലാട്ടോ, ഉണക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ കാണുന്ന മതിലല്ല, അതിൻ്റെ അപ്പുറത്ത് നമുക്ക് തറവാട്ടിലേക്ക് പോണ വഴിയാണ്. അതിൻ്റെ അപ്പുറത്ത് അതാ കാണുന്ന ആ കടൻ്റെ നേരെ മുൻവശം ഇങ്ങോട്ട് റോഡ് വരെ ചന്തയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ 9 മണിയായി കഴിഞ്ഞാൽ ഇതിൽ മീനൊക്കെ വരും. മീൻ മാത്രമല്ല പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് അവിടെ കയറി വാങ്ങിയാൽ മതി. ഇതിലെങ്ങനെ പോയി വാങ്ങിയാൽ മതി. പക്ഷേ നമ്മളവിടുന്ന് പെണ്ണുങ്ങളാരും പോലില്ല കേട്ടോ. ആണുങ്ങൾ പോയി വാങ്ങാന്നല്ലാതെ. അപ്പം ഇങ്ങനത്തെ ഇതൊക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്നാണ് ഷെയർ ചെയ്തും കൊടുത്തളി. പിന്നെ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് പിന്നെ വരും ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. സാധാ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.